നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സ്വന്തം നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ എത്താതിരുന്നതോടെ വടക്കാഞ്ചേരിയിലെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. മാരാത്തകുന്ന 3 സ്റ്റാർ സോളിഡ് ബ്രിക്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം ഉൽപാദനവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതോടെ നിലച്ച മട്ടാണ്. ലഭ്യമായ മലയാളി തൊഴിലാളികൾ അമിതക്കൂലി ആവശ്യപ്പെടുന്നതും നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റവും ഈ മേഖലയെ വലിയ തകർച്ചയുടെ വക്കിലെത്തിച്ചതായി വ്യവസായി PR സുരേഷ് കുമാർ പറഞ്ഞു. തോളൂർ കരുവാൻപടി ശേഖരൻകാവ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. അപകട സമയത്ത് പാലത്തിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. മെയിൻ റോഡിലെ പണി കാരണം നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിച്ചിരുന്ന ഈ സമാന്തര പാലം കൂടി തകർന്നതോടെ പ്രദേശത്ത് കിലോമീറ്ററുകളോളം നീളുന്ന കടുത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. വരവൂർ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ UDF രംഗത്ത്. പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തലാക്കണമെന്ന UDF. മുൻ LDF ഭരണസമിതി അനുമതി നൽകിയ ഈ പ്ലാന്റിനെതിരെ സ്ഥലം MLA UR പ്രദീപ് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരന് നിവേദനം നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്തുടൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെടുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ചേലക്കര പരക്കാട് AKG നഗറിന് സമീപം ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽ പരിക്കേറ്റ പരക്കാട് സ്വദേശികളായ ഷംസു, ജെയ്സൺ എന്നിവരെ നാട്ടുകാർ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. അപകടത്തിന് പിന്നാലെ ലോറി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു.